ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ AP ഉസ്താദിന്റെ പടയോട്ടത്തിന്റെ പിന്തുണക്കാരായി കേരളത്തിൽ ഇന്നും SYS-കാരാ ദൗത്യാണ് നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ മുമ്പിൽ നിർവഹിക്കാനുള്ള ദൗത്യവും അതാണ്. അതല്ലാതെ ഒരാളുടെ ഗുമസ്തം പണി, ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഗുമസ്തം പണി, അദ്ദേഹം ഏത് പമ്പുന്ന എണ്ണ അടിക്കുന്നത്, ഏത് ടയർ വെച്ച വണ്ടിയിലാ ഓടുന്നത് നോക്കുന്ന പണി 10 ഓതിപ്പടിച്ച ഞങ്ങൾക്ക് ചേരൂലെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എന്താ ചേരുന്ന വെച്ചാൽ അത് നിങ്ങൾ ചെയ്തോളി. അതിനെ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. പക്ഷേ ഒന്നുണ്ട്, ഞങ്ങൾ ഈ ദൗത്യം തന്നെ നിർവഹിച്ചു പോന്നു. പക്ഷേ ഇങ്ങളൊന്ന് നോക്കി, എന്ത് ഇപ്പം മുജാഹിദ് പറ്റേ അമ്പിപ്പോയ ടൈമാണ്. ശവത്തിലൊന്ന് കുത്തിവെക്കാൻ വിചാരിച്ചു. നിങ്ങളും ചില സംവാദം വെല്ലുവിളിയൊക്കെ നടത്തിവെക്കി. അങ്ങനെ മംഗലാപുരത്തെ വെല്ലുവിളി സംവാദത്തിൽ വെച്ചുകൊണ്ട് ഈ സക്കരിയ മുജാഹിദിനെ നമ്മുടെ മറ്റേ സഹോദര സുന്നികൾ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വെല്ലുവിളിച്ചപ്പോ എന്താണ് വെല്ലുവിളി? മുമ്പ് സക്കരിയ സുലാഹിന്റെ ഒരു ക്ലിപ്പ് നമ്മളൊക്കെ കിട്ടിയിരുന്നു. ഏത്? അത് പിന്നെ സുന്നികളുമായി വാദപ്രതിവാദത്തിന് അങ്ങനെ കിതാബ് വെക്കാതെ പോകാൻ പറ്റൂലാർന്ന ക്ലിപ്പ്. അത് യഥാർത്ഥത്തിൽ എടത്തനാട്ടുകര ഒരു പിന്നെ മുഖാമുഖത്തിന്റെ വിഷയം പറഞ്ഞതാണ്, നന്ദിയിട്ട് ബന്ധപ്പെട്ടതല്ല. അതെന്തായി? അവിടേക്കാണ് കൂട്ടിച്ചേർത്തിട്ട് എന്ത് പറഞ്ഞു? നന്ദിയിലെ മുത്താലിമീങ്ങളെ മുമ്പിലേക്ക് ഈ സക്കരിയ സ്വലായിക്ക് വരാൻ കഴിയൂല എന്ന് തട്ടിവിട്ടു. ഇത് പറഞ്ഞു കിട്ടാൻ നിൽക്കല്ലേ സക്കരിയ അവിടെ ട്രെയിൻ ഇറങ്ങാനേ. ഉടനെ തന്നെ അവിടേക്ക് എന്ത് ചെയ്തു? മുഖാമുഖമായിട്ടാണ് പോയി. ആര്? സക്കരിയ സ്വലാഹി. അങ്ങനെ ഒരു ദാരിമിയുടെ വെല്ലുവിളിയും ആ വെല്ലുവിളിയെ സക്കരിയ സ്വലാഹി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന രംഗം. നന്ദിയിൽ ബിരുദമെടുക്കാത്ത അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് മുഖാമുഖം നടത്താൻ സക്കരിയ സ്വലാഹിക്ക് സാധിച്ചില്ല. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താ? സുന്നികളോടുള്ള മുഖാമുഖം എന്ന് പറയുന്നത് കിതാബ് വെച്ചുകൊണ്ടുള്ള മുഖാമുഖം. ആ സുന്നി ഇങ്ങക്ക് മാറിയിക്കണ്. അത് ഞങ്ങൾക്കും സക്കരിയൊക്കെ അറിയുള്ളൂ. അത് സുന്നി ഇപ്പുറത്തുള്ള സുന്നിയാണ്. മുഖമാണ്, അതിന് എന്നെ കിട്ടില്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാരോട് കാളമൂത്ര സാഹിത്യം പറയുന്ന മുഖാമുഖമല്ല. അതുകൊണ്ട് നന്ദിയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ ആൾക്ക് മംഗലാപുരത്തേക്ക് വരാൻ കഴിയോ? ജീവണ്ടെങ്കിൽ ആൾ വരുമോ? ഇല്ല, വരില്ല. സക്കരിയ സലാഹി എവിടെയെന്ന് ചോദിച്ച മുസ്ലിയാക്കന്മാരെവിടെ? എവിടെ? അതാ വിഷയം. ഞങ്ങളോടൊന്നും ഇങ്ങനെ ചോദിച്ചൊരു ക്ലിപ്പ് കാലം വരെ നിങ്ങൾ കണ്ടുകൊള്ളു. എവിടെ പോയി ദാരിമികൾ? എവിടെ? നന്ദി ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ സക്കരിയ സലാഹി ഞെട്ടും. അവരടുത്ത് പോകണമെങ്കിൽ കിതാബ് ഓതണം. കിതാബ് ഓതാതെ പോയില്ല. എവിടെ സക്കരിയ സലാഹി? മനസ്സിലായില്ലേ? എല്ലാ കിതാബും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാ കിതാബ് കാര്യങ്ങള്? നിങ്ങളെ ഷെയ്ഖ് സുബിക്കിന്റെ ശിഫാഉ സഖാമാണ്. ഇത് നിങ്ങൾ വായിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്നത്. അതിന്റെ മറുപടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സാരിമുൽ മുമ്പി എന്താ സുബിക്കുള്ള ഗണ്ണന ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേതാ കിതാബ് അറിയോ? ഇബ്നുൽ ഖയ്യിമിന്റെ അർറൂഹ്. നിങ്ങൾ ഒരുപാട് ഉദ്ധരിക്കലുണ്ട്. അത് കിതാബ് അടക്കാൻ ഞങ്ങൾ വന്ന് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ. അപ്പുറം വായിക്കുമ്പോൾ എപ്പുറം വായിക്കുന്നു. കിതാബ് കയ്യപ്പെടാൻ വേണ്ട. നിങ്ങൾ വന്നിട്ടില്ലല്ലോ. ഇതേതാ കിതാബ് എന്നറിയോ? ഷവാഹിദുൽ ഹഖ്. നിങ്ങളെ ഷെയ്ഖ് യൂസുഫ് നബ്ഹാനി എന്ന കാട്ടു ഖുറാഫി, ലോക ഖുറാഫിന്റെ ബുക്കാണ്. മനസ്സിലായില്ലേ? ഇതിന്റെ മറുപടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗായത്തുൽ അമാനി. അപ്പൊ ഒക്കെ മൂപ്പര് കൊണ്ടേക്കണം. പക്ഷെ ഓൽക്ക് അതൊന്നും കാണണ്ട, കണ്ടിട്ട് കാര്യമല്ല. ഓൽക്ക് സനതാ വേണ്ടിയേ. അല്ല പൊന്നാര ചങ്ങാതിമാരെ, സനത് ഞങ്ങൾക്കല്ലേ വേണ്ടത്? ഞങ്ങളല്ലേ വെള്ളം കുടിച്ചുന്ന ആൾക്കാർ. നിങ്ങൾക്കും തെറ്റിനാത്. ഇങ്ങളിപ്പം അത് കിട്ടിയിട്ട് വെള്ളം കുടിക്കാൻ വരണമെന്ന് ഞങ്ങൾക്ക് ആവശ്യമല്ല. കാരണം വരുന്നോൽക്ക് തന്നെ ഇപ്പൊ അവിടെ വൈകുന്നേരം ആകുമ്പോഴത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്തിനാണ് അതിന്റെ ആവശ്യം? പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ സനത് വേണം എന്നല്ല, AP ഉസ്താദ് തന്നാ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാ. അപ്പൊ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതൊന്നുമല്ല. നന്ദിയിൽ ഇവരിങ്ങനെ ആകപ്പാടെ വന്ന് ചവിട്ടിക്കൂട്ടുന്നുണ്ട്. അതൊക്കെ ഒന്ന് ആക്കിയേച്ച് റെഡി. അതങ്ങൾ ചെയ്യേണ്ടത്. സഹോദരന്മാരെ നോക്കിങ്ങള്. എന്നിട്ട് എന്നാ ഞങ്ങൾ ആലിമീങ്ങളെ മുന്നിൽ ഇങ്ങനെ കിതാബ് പറഞ്ഞാൽ ഒരിക്കേ പറയുള്ളൂ. ചാലിയത്ത് പറഞ്ഞില്ലേ, കൊളത്തൂർ ഉസ്താദ് വന്നില്ലേ, എന്നിട്ട് എന്താ ഉണ്ടായത്? പിന്നെ ആ വൈക്ക് വരും പോയില്ല. നൂറുമായി ബന്ധപ്പെട്ട് അതാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഉയർത്തിക്കാണിക്കുമെന്ന്. പക്ഷേ വെല്ലുവിളിക്കുന്നു ഈ ചാലിയത്ത് വെച്ച്. ഇനി ഇവിടെ പ്രസംഗിക്കുന്നുവെങ്കിൽ സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫത്ത് പുറത്തിറക്കിയത്? ജുസൂൽ മഫ്ഖൂദ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ, മുസന്നഫത്ത് റസാഖിൽ നിന്ന് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ എന്ന് പറഞ്ഞ് ആ ഉണ്ടാക്കിയ പുസ്തകം
അതാരാ പുറത്തിറക്കിയത്? ആരാ അതിനെ അവതാരിക എഴുതിയത്? എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത്? എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കണോ ഒരു കിതാബും? അത് ചോദിച്ചിട്ട് ഇതൊക്കെ ചോദിക്കണമെന്ന് സക്കാമി ചോദിച്ചാൽ അപ്പൊ അതിന്റെ മറുപടി ഞാൻ പറയാം. അതിന്റെ മറുപടി നമ്മളെ ഉള്ളതുണ്ടാകും. നമ്മളൊക്കെ ഒരു മറുപടിയെങ്കിലും ഉണ്ടായല്ലോ, അൽഹംദുലില്ലാഹ്. വലിയ സന്തോഷം തന്നെ. എനിക്ക് അതിന് വലിയ താല്പര്യമുണ്ട്. എന്നാൽ അടുത്ത പ്രാവശ്യങ്ങൾ ആ മറുപടി ഒന്ന് പറയണം. എനിക്ക് അത്രേ പറയേണ്ടതുള്ളൂ. വലിയ വായിൽ മുമ്പ് വെല്ലുവിളിയാണ് ഇപ്പൊ. ആരോടത് കണ്ടുപിടിച്ചത്, ആരോടത് പ്രസിദ്ധീകരിച്ചത്. എന്നാ ഞാൻ ഓരോന്നിനും മറുപടി പറയാം. ബാക്കി ഓരോ ചോദ്യം കിതാബെടുത്ത് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫത്തുൽ പുറത്തിറക്കിയത്? മറുപടി പറയുന്നു, അദ്ദുക്തൂർ ഈസ ബിൻ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ മാനി അൽ ഹുമൈനി, അതായത് ദുബൈയിലെ ഔഖാഫിന്റെ ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന വിശ്രുത പണ്ഡിതനാണ്. അദ്ദുക്തൂർ ഈസ ബിൻ അബ്ദുല്ലാ എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹമാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. ചോദ്യം പറ്റ ഒന്നാം ചോദ്യത്തിന് മറുപടി. ആരാ അതിനെ അവതാരിക എഴുതിയത്? കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അവതാരിക എഴുതിയ ആള് തഖരീദുദ്ദുക്തൂർ അൽ മുഹദ്ദിസ് മുഹമ്മദ് സഈദ് മംദൂഹ് അൽ മിശ്രി അശ്ശാഫഈ. രണ്ടാം ചോദ്യത്തിന്റെ മറുപടി. നീ ചോദിക്കുക, അടുത്ത ചോദ്യം ചോദിക്കേ. എവിടെ നിന്നാണ് അത് പുറത്തിറങ്ങിയത്? പുറത്തിറങ്ങിയാൽ ദുബൈയിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. പറയാം, ചോദിക്കാം. എവിടെ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്. സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത്. പറയൂ. ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ഹിജറ 933 റമളാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി ആ കയ്യെഴുത്ത് പ്രതിയിൽ നിന്ന് വിരമിച്ചത്. ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? അത് ഇമാം ഖസ്തല്ലാനിയും ഇമാം സുയൂത്തിയും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയും ഒക്കെ അവലംബിച്ച ഏത് കയ്യെഴുത്ത് പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇതിന് ഞങ്ങളെ നിലമ്പൂര് പറയുന്നത് ഏത്ത ടീച്ചറാണ്. മനസ്സിലായില്ലേ? ഇത് കിതാബ് തിരിഞ്ഞു ചജ്ജേണ്ട സംഗതിയാണ്. നിങ്ങൾ ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതിനൊന്നും വേണ്ട. ചെറുപ്പത്തിൽ സ്കൂൾക്കും മദ്രസക്കും പോകാന്നാ മതി. നട്ടം പോലെ തെറി പറയാ തെരുവിൽ വന്നിട്ട്. ഇതിന് കുറെ ഓതിപ്പടിച്ചണം, ഉസ്താദ്മാരെ അടുത്ത് സമയം ചെലവാക്കണം, പിന്നെ കുറച്ച് പഠിച്ചോണപ്പേടിയും വേണം. ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഇത് ഒത്തുചേരുക. എന്നാ സഹോദരന്മാരെ, നിങ്ങൾ